അങ്ങനെ 1:45 എടുക്കുമെന്ന് പറഞ്ഞ ബസ് പിന്നെ 2 മണിക്കായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം എന്തായാലും വെറുതെ ഇരുന്നു, കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അത് പിന്നെ മെയിനാണല്ലോ. അങ്ങനെ ഞങ്ങളിത് ചാലക്കുടിയിൽ നിന്ന് നേരെ ആതിരപ്പള്ളിക്ക് ടിക്കറ്റ് എടുത്തുട്ടോ. ഒരാൾക്ക് 40 രൂപയാണ് വരുന്നത്. പിന്നെ അവിടെ അടുത്തുള്ളൊരു ബസ് സ്റ്റാൻഡിൽ കുറച്ച് നേരം നിർത്തിയിട്ടു. അവിടെ ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിരുന്നു. അതിന് ശേഷം ബസ് എടുത്തു. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ KSRTCൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് പോകുന്ന ഒരു എക്സ്പീരിയൻസ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്നും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞങ്ങളിത് പോകുന്നിടയ്ക്ക് കുറേ ചർച്ചൊക്കെ കണ്ടു കേട്ടോ. നല്ല വലിയ ചർച്ചയായിരുന്നു. കൂടുതലും ക്രിസ്ത്യൻസാണ് ആ ഏരിയയിൽ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളായ കുറേ സ്ഥലങ്ങളും അതുപോലെ കുറേ ആളുകളൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് ആദ്യമായിട്ട് പോകാമെന്നുള്ളൊരു തോന്നലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം KSRTCയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറും കണ്ടക്ടറും അത്രക്കും കമ്പനി ആയിരുന്നു കേട്ടോ. അവരിത് ഓരോ സ്ഥലത്തെപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഓരോ മൃഗങ്ങളെ കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് നിർത്തി കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അടിപൊളി കമ്പനി ആയിരുന്നു കേട്ടോ. അടിപൊളി സർവീസായിരുന്നു അങ്ങോട്ട്. അതേപോലെ ഞങ്ങളിത് പോകുന്ന വഴിക്ക് കുറേയധികം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളും പിന്നെ കുറേ ഫിലിം ഷൂട്ട് ചെയ്ത കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. അങ്ങനെ നീണ്ട 1.25 മണിക്കൂറിന് ശേഷം നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.